നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് പുതിയൊരു അപേക്ഷ കൂടി ഓഫ്ലൈനായിട്ട് വിളിക്കാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത്. അഡ്വർടൈസ്മെന്റ് നമ്പർ 01/2026 അപേക്ഷയാണ് ഉടനടി വിളിക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിൻ്റനൻസ് കമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് കമാൻഡ്, ഇങ്ങനെ വിവിധ കമാൻഡിങ്ങിലേക്കാണ് പുതിയൊരു അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത്. ഓഫ്ലൈൻ അപേക്ഷയായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം, ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടില്ല. 2 മെയ് 2026 അപേക്ഷ തുടങ്ങുക, അല്ലെങ്കിൽ അതിന് ശേഷമാണ് അപേക്ഷ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഡീറ്റെയിൽ അപേക്ഷിക്കേണ്ട ഫോമൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു അവയർനെസ് തരാമെന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് പോലെ വിവിധ പോസ്റ്റുകൾ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് നോക്കാം. അതൊരു ഏതൊക്കെ കമാൻഡ് വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ഉണ്ട് കേട്ടോ. തിരുവനന്തപുരത്ത് ഏതൊക്കെ പോസ്റ്റാണ് വന്നിട്ടുള്ളത് ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് മെയിൻ്റനൻസ് കമാൻഡ് കാണാൻ സാധിക്കുന്നതാണ്. മെയിൻ്റനൻസ് കമാൻഡിൽ തന്നെ നമ്മുടെ കാൺപൂർ ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചെന്നൈ വന്നിട്ടുണ്ട് ലോവർ ഡിവിഷൻ ക്ലർക്ക്. പൂനെയിലും ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നിട്ടുണ്ട്. ഗുജറാത്ത് ലോവർ ഡിവിഷൻ ക്ലർക്ക് വന്നു. ചെന്നൈയിൽ വീണ്ടും ലോവർ ഡിവിഷൻ ക്ലർക്കും സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറും വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. എക്യൂപ്മെൻറ്റ് അവിടെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് അത് വിളിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഓരോന്നായിട്ട് വിളിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ട്രെയിനിങ് കമാൻഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള ട്രെയിനിങ് കമാൻഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് സെൻട്രൽ എയർ കമാൻഡിലേക്കുള്ള വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസീസ് 1, 2, 3 ഇങ്ങനെ ചെറിയ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ആക്ച്വലി. പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു അവസരം കൂടി വരുമ്പോൾ നമ്മൾ തള്ളിക്കളയേണ്ടതെല്ലാം നമുക്കറിയാവുന്നതാണ്. പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ്റ്റേൺ എയർ കമാൻഡിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ്. വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ഇവിടെ തൊട്ടിപ്പുറം വേക്കൻസീസ് ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്, ടോട്ടൽ വേക്കൻസീസ്. അതുപോലെ തന്നെ നമ്മുടെ സദേൺ എയർ കമാൻഡിലേക്ക് വന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. വിവിധ സദേൺ എയർ കമാൻഡിൻ്റെ കീഴിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ സദേൺ എയർ കമാൻഡ് IAF ഇവിടെ ഈ തിരുവനന്തപുരത്തേക്ക് വന്ന് കാണാൻ സാധിക്കും. അതിവിടെ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തേക്ക്. അതുപോലെ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് യൂണിറ്റിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്കാണ് അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. സോ ഇതിനെ അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം ഏജ് 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. OBCക്ക് 3 വർഷത്തെയും SC STക്ക് 5 വർഷത്തെയും പ്രായത്തിലിളവ് ലഭിക്കും. എക്സ് സർവീസ്മാൻ ഉൾപ്പെടെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ESM എക്സ് സർവീസ്മാൻ ഉൾപ്പെടെയുള്ള അപേക്ഷിക്കാനുള്ള വേക്കൻസി ഉണ്ടാകുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ലോവർ ഡിവിഷൻ ക്ലർക്കിന് ലെവൽ 2 ആണ് പേ സ്കെയിൽ. +2 ആയിരിക്കും വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷോ അല്ല 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ ടൈപ്പ് ചെയ്യാനുള്ള അറിവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹിന്ദി ടൈപ്പിസ്റ്റിൻ്റെ +2 തന്നെയാണ് യോഗ്യത. അവിടെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷോ അല്ല 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത്. ഏതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സിവിലിയൻ മെക്കാനിക് ട്രാൻസ്പോർട്ട് ഡ്രൈവർ കാണാൻ സാധിക്കും. ഇവിടെ വരുന്നത് 10ാം ക്ലാസ് മാത്രമാണ് കേട്ടോ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ഹോൾഡ് വാലിഡ് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് പറയുന്നുണ്ട്. ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ആണ് പറഞ്ഞത്. മസ്റ്റ് പോസസ് പ്രൊഫഷണൽ സ്കിൽ ഡ്രൈവിംഗ് ആൻഡ് നോളജ് ഓഫ് മോട്ടോർ മെക്കാനിക്സിലെ നോളജും കാര്യങ്ങളും. പിന്നെ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ഡ്രൈവിംഗിൽ ഉണ്ടായിരിക്കണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളും കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. സോ ഇതിൻ്റെ അപേക്ഷ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഇപ്പോൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും.